ഹെന്ന ജയന്ത് എന്ന പെൺകുട്ടിയാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ളത്. കാർ റേസിംഗ് എന്ന് പറയുന്നത് സാധാരണ ആൺകുട്ടികളുടെ കലയായിട്ടാണ് കരുതാറുള്ളത്. പക്ഷേ ഇവിടെ ഇതാ ഫോർമുല 4 കാർ റേസിങ്ങിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഹെന്ന ജയന്ത്. ഹെന്ന പറഞ്ഞു തരും, എങ്ങനെയാണ് ഈ ഫോർമുല 4 കാർ റേസിങ്ങിലേക്ക് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻവിറ്റേഷൻ. ഫോർമുല 4 റേസിംഗ് എൻ്റെ ഒരു റേസിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം അല്ലായിരുന്നു. ഞാനൊരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും പുതിയ സ്പോർട്സിനെ പറ്റി അറിയാനും ഐ എം വെരി ക്യൂരിയസ് പേഴ്സൺ. സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് വന്നതാണോ? ആണ്. എന്തിലായിരുന്നു? ക്രിക്കറ്റ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എവിടെ വെച്ചിട്ട്? ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിരുന്നു 2009 സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ റേസിംഗിലേക്ക് ഇറങ്ങിയത്. യെസ്, സോ ദാറ്റ് വാസ് ഇൻ 2018. പക്ഷേ ഇത് വളരെ ഒരു കോഇൻസിഡൻ്റ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് I was going through a very a downfall in my life and since anxiety. 2018 ഉദ്ദേശിച്ചത്? Yes, 2018. കോഴിക്കോട് തന്നെയായിരുന്നു ആ കാലത്ത്? യെസ്, കോഴിക്കോട് തന്നെയായിരുന്നു. അപ്പോൾ വണ്ടികളോട് എനിക്ക് ഇഷ്ടം പണ്ടേ ഉള്ളതാ. ആൻഡ് ഐ യൂസ് ടു ഗോ ഫോർ ഡ്രൈവിംഗ്. ഇപ്പം പലൊരു തെറപ്പി എന്ന് പറയുമ്പം പല തരത്തിലുള്ള തെറപ്പീസ് ഉണ്ട്. സോ എനിക്ക് ഡ്രൈവിംഗ് ആയിരുന്നു എൻ്റെ തെറപ്പി. ആൻഡ് അത് ഞാൻ I wanted to turn it. മനസ്സിലൊരു ഉഷാറൊക്കെ കിട്ടാൻ വേണ്ടി ഡ്രൈവിംഗിലേക്കാണ്. സോ ഞാൻ യോഗ ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഡ്രൈവിംഗിന് പോവാറ്. അങ്ങനെ ഞാൻ അതും പുതിയൊരു അറിവാണ് കേട്ടോ, യോഗ ക്ലാസ് വേണ്ടെന്ന് വെച്ചിട്ട് ഡ്രൈവിംഗിലേക്ക് പോയി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും സ്ട്രെസ് ബസ്റ്റർ അല്ലേ നോക്കുന്നത്. സോ ഐ തിങ്ക് ഫോർ മീ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ട്രെസ് ബസ്റ്റർ ഈസ് ഡ്രൈവിംഗ്. അങ്ങനെ സിൻസ് സോഷ്യൽ മീഡിയ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ഐ ഹവ് ബിൻ ആക്റ്റീവ് ഓൺ ഇറ്റ്. ഞാൻ കുറേ പേജസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് നെവർ ഫോളോയിങ് ഫോർമുല 1. അങ്ങനെ ഞാനൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ആക്ച്വലി ഫോർമുല 4 കാർ റേസിംഗ് ഒരു ഓൾ വിമൻസ് റേസിംഗ് ടീമിന്റെ ടാലന്റ് ഹണ്ടായിരുന്നു ഇൻ കോയമ്പത്തൂർ ട്രാക്കിലാണ്. സോ ഇതിന് ഞാൻ ഇത് കണ്ടപ്പോൾ ഐ വാസ് ടെംപ്റ്റഡ് ടു അപ്ലൈ ഫോർ ഇറ്റ് ബിക്കോസ് എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആദ്യമായിട്ട് ജസ്റ്റ് ഡ്രൈവിംഗ് അറിയാം. അപ്പം 2 days മുന്നെയാണ് ഞാൻ ആഡ് കണ്ടത്. ഞാൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ വന്നോളൂ. അങ്ങനെ 60 women ഫ്രം ഓൾ ഓവർ ദ കൺട്രി പാർട്ടിസിപ്പേറ്റഡ്. സോ അതിന് 12 ഡ്രൈവേഴ്സിനാണ് അവർ സെലക്ട് ചെയ്തത്. 6 ആണ് മെയിൻ ഡ്രൈവേഴ്സും 6 റിസർവ് ഡ്രൈവേഴ്സാണ്. അതിന് റിസർവ് ഡ്രൈവറിലായിരുന്നു ഞാൻ സെലക്ട് ആയത്. ടോപ്പ് 12 എത്തി. സോ ദി അതേഴ്സ് ഹാഡ് പ്രയർ എക്സ്പീരിയൻസ്. കുറേ ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു, കുറേ പെൺകുട്ടികൾ, റാലി ഓടിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സൗത്ത് നിന്ന് ആരും ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് വാസ് അതൊരു ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് മോട്ടോർ സ്പോർട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ, എസ്പെഷ്യലി ഇറ്റ് സർക്യൂട്ട് റേസിംഗ്. സോ അങ്ങനെ ഞാൻ പോയി. പക്ഷേ എനിക്ക് ഫസ്റ്റ് തവണയിൽ കിട്ടിയില്ല ചാൻസ്. ബട്ട് ഐ വെൻറ്റ് ടു വാച്ച് ദ റേസ്. അപ്പോൾ ഞാൻ റേസ് കാണാൻ പോകുമ്പോഴാണ് ഞാൻ ദിൽജിത്ത് പറഞ്ഞ എൻ്റെ ടീം ഓണറിനെ മീറ്റ് ചെയ്യുന്നതും. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വന്ന് ട്രെയിനിങ് എടുക്കൂ, യു ഗെറ്റ് ബെറ്റർ അറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു റേസ്. അപ്പോൾ ഈ ഫോർമുല 4 കാർ റേസിംഗ് എന്ന് പറയുന്നത് അതും ഒരു സാധാരണ കാർ ഓടിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? സോ നമ്മൾ സാധാരണ ഓടിക്കുന്ന ഇസ് എ നോർമൽ ഓൾ വീൽ ഡ്രൈവ്. ഒരു മാരുതി കാർ, ഇറ്റ്സ് എൻ ഓൾ വീൽ ഡ്രൈവ്. ഇതാണെങ്കിൽ ഇറ്റ്സ് എ റെയർ വീൽ ഡ്രൈവ്. സോ ഇതിൻ്റെ ബാക്ക് വീൽസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ നിങ്ങൾ ടേൺ ചെയ്യുമ്പോഴൊക്കെ യു ഹാവ് ചാൻസസ് ഓഫ് സ്പിന്നിങ് ഔട്ട് ഓഫ് ദ ട്രാക്ക് ബിക്കോസ് നിങ്ങൾ എപ്പോഴും സോ ദ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേൺ ചെയ്യുന്ന സമയത്ത് യു കനോട്ട് ആക്സിലറേറ്റ് ഫുൾ ത്രോട്ടിൽ. യു ക്യാൻ ബട്ട് യു കാൺട്ട് ബ്രേക്ക് ആൻഡ് ഷിഫ്റ്റ്. സോ കുറേ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. സോ വെൻ യു ഡു ദാറ്റ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് അത് റൈറ്റ് ആയിട്ട് സിങ്ക് ആയിട്ടില്ലെങ്കിൽ യു ഹാവ് ചാൻസസ് ഓഫ് സ്പിന്നിങ് ഔട്ട് ഓഫ് ദ ട്രാക്ക്. അതായത് ട്രാക്കിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ മറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചു വേണം അർത്ഥം. യെസ്, ഇറ്റ്സ് മോട്ടോർ സ്പോർട്സ് ഇസ് എ ഡേഞ്ചറസ് സ്പോർട്ട്. സോ അതിപ്പം എനി ചാമ്പ്യൻഷിപ്പ് വി ഗോ ടു നമ്മളെല്ലാവരും കൺസെൻറ്റ് ഫോംസ് ഒക്കെ സൈൻ ചെയ്യാറുണ്ട് ബിക്കോസ് ഇഫ് എനിത്തിങ് ഹാപ്പൻസ്. ഇപ്പോൾ ഇതുവരെ എത്ര സ്ഥലത്ത് ഈ ഫോർമുല 4 കാർ റേസിംഗിൽ പങ്കെടുത്തു? ഞാനിപ്പം പങ്കെടുത്തത് കോയമ്പത്തൂരിലാണ്. ബുദ്ധ് ഇന്റർനാഷണലിൽ പോയിരുന്നു. പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഐ ഹാഡ് എൻ ഇഞ്ചുറി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ കുഡന്റ് ഡ്രൈവ് ബട്ട് ഐ സ്റ്റിൽ വെന്റ് ടു വാച്ച് ദ റേസ്. പക്ഷെ ഞാനിപ്പോൾ ഓടിച്ചത് കോയമ്പത്തൂരിൻ്റെ കരി മോട്ടോർ സ്പീഡ് വേയിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ മുന്നിൽ നിൽക്കുന്നത്?
സോ ഇനിയിപ്പം സിൻസ് കോവിഡ് ചാമ്പ്യൻഷിപ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൊല്ലം 2022 പ്രതീക്ഷിക്കുന്നത് ഉണ്ട്. സോ ഈ പ്രാവശ്യം JK ടയറിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്തായാലും ഓടിക്കണം. പിന്നെ ഒരു W സീരീസ് ഉണ്ട്, വിച്ച് ഇസ് എൻ ഇന്റർനാഷണൽ സീരീസ്. It happens across the world in different tracks, like London, അവിടെയൊക്കെയാണ് നടത്താറ്. അപ്പം അതെൻ്റെ ഒരു ഡ്രീമാണ്. But other than that, there was a Formula Women Championshipൻ്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാരണം അതും മാറ്റി വെച്ചു. So I think this year, if they have it, definitely I want to give it a shot. അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ ഉടനെ തന്നെ തുടങ്ങും എന്ന് തന്നെയാണ്. ഫെബ്രുവരി കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങുമെന്ന് ഒരുപാട് സ്ഥലത്ത്, പക്ഷേ നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ. അത് ശരിയാണ്. ഈ ഫോർമുല 4 എന്നത് നമ്മൾ അത്ര അധികം പരിചയിച്ചിട്ടുള്ളതല്ല. പത്രങ്ങളിലൊക്കെ സാധാരണ കാണുന്നത് ഫോർമുല 1 കാർ റേസിംഗ് എന്നാണ്. എന്താണ് തമ്മിൽ വ്യത്യാസം? ഫോർമുല 1 ആസ് വെൽ എസ് കാർ, ഫോർമുല 4 എന്താണ് ഇതൊക്കെ തമ്മിൽ വ്യത്യാസം? ഫോർമുല 4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേബി സ്റ്റെപ്പ് ടു ഫോർമുല 1. That's the most basic category of racing. So I think this is a stepping stone if you want to head to Formula 1. But Formula 1 does not have women yet. But there was a brochure that was going around saying, there was an article saying that women might get chances to drive with the men in Formula 1. So Formula 4 is the baby step, and then you have different championships. Ippam Formula 4 and the international championships ഉണ്ട്. പിന്നെ there is Formula Women ഉണ്ട്, W series ഉണ്ട്, Formula 3 മാറി, Formula 3, Formula 2 and then Formula 1. അപ്പോൾ Formula 1 ആണ് ഇതിന്റെ പിനക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ Formula 1 ആണല്ലോ നമ്മുടെ പത്രത്തിലൊക്കെ ധാരാളം കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട Formula 1 ഡ്രൈവർ ആരാണ്? എൻ്റെ ഫേവറേറ്റ് ഡ്രൈവർ ഇസ് മാക്സ് വെർസ്റ്റാപ്പൻ. ലൂയിസ് ഹാമിൽട്ടനെ വേണ്ട അല്ലേ? ഇല്ല, I'm not a big fan of Lewis Hamilton, but Max Verstappen, because he's very young, and I think ഇത്രയും വലിയ വേൾഡ് ചാമ്പ്യനെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് you need രക്ഷപ്പെട്ടതാണ്, എളുപ്പമൊന്നുമല്ല. So it was a good fight. Our season was a nail biting season. ഇത്ര ഫൈറ്റ് ഉള്ള ഒരു കൊല്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 2021 നടന്നൊരു ഫൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഹിസ്റ്ററിയാണ് അത്. സോ എനിക്ക് എപ്പോഴും ഐ ലുക്ക് അപ്പ് ടു ഹിം, ബിക്കോസ് അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ലാപ്പിലാണ് ഒരു കൊല്ലത്തെ ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് അല്ലേ മാക്സ് വെർസ്റ്റാപ്പൻ. അത് കഴിഞ്ഞാലോ വേറെ ആൾക്കാരുണ്ടല്ലോ? അത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് ഫെറാറിന്റെ ചാൾസ് ലെക്ലർക്ക് ആണ്. ഹീസ് ഓൾസോ വെരി യങ്, ആൻഡ് ഐ തിങ്ക് ഫെറാറിന്റെ യങ്ങസ്റ്റ് ഡ്രൈവറും കൂടിയാണ്. സോ ഫെറാറി ജനറലി അവരുടെ റേസ് ഡ്രൈവേഴ്സ് എല്ലാം they're all experienced drivers. ഒരിക്കലും Ferrari won't take unexperienced drivers, but they gave a shot to Charles Leclerc. So അവൻ അത്രയും കഴിവുള്ള ഒരു ഡ്രൈവറാണ്. പക്ഷേ ഐ തിങ്ക് കുറേ മെക്കാനിക്കൽ എറേഴ്സിൻ്റെ കാരണം കൊണ്ട് ഈ തവണ ഹി കുഡൻറ്റ് കം ഫോർവേഡ്. പക്ഷേ ഐ തിങ്ക് ഒരു നല്ലൊരു കാറും ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ഐ എം ഷുവർ മകൻ വരുന്നുണ്ട് അല്ലേ? ഓൾറെഡി റേസ് ചെയ്യുന്നുണ്ട് ഫോർ ടീം കോൾഡ് ഹാസ് റേസിംഗ് ടീമിനാണ് മൈക്കിൾ ഷൂമാക്കറിന്റെ സൺ റേസ് ചെയ്യുന്നത്. പക്ഷേ ഐ തിങ്ക് ദേ ആർ അറ്റ് ദ ബാക്ക് ഓഫ് ദി ഗ്രിഡ്. സോ ഈ ഫോർമുല 4ലേക്ക് തന്നെ വരട്ടെ. അത് പെട്ടെന്ന് കയറി ഓടിക്കാൻ പാടില്ല, നേരെ മറിച്ച് ഒരുപാട് ട്രെയിനിങ് വേണമെന്ന് ഒരിക്കൽ പറഞ്ഞല്ലോ. എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് തരിക? ആരാണ് ട്രെയിനർ? സോ ഇതിന് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെനവർ നമ്മൾ റേസ് സീസൺ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. സോ ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡാണ്. ഇറ്റ് കുഡ് ബി എ സാറ്റർഡേ സൺഡേ, ആൻഡ് വി വുഡ് ഡ്രൈവ് അറ്റ് അബൌട്ട് ഒരു 70 laps ത്രൂ ഔട്ട് ദ വീക്കെൻഡ് ഓടിക്കും. നോട്ട് ഓൺ എ കണ്ടിന്യൂസ് ബേസ്. 70 laps ഓടിക്കും, ആൻഡ് വിത്ത് ബ്രേക്സ് ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ ട്രെയിനേഴ്സ് ഉണ്ടാവും. എൻ്റെ ടീം പ്രിൻസിപ്പളാണ് ദിൽജിത്ത്. And we have another trainer who is also a race car driver, who's also racing. But she's very young, just 22 years old. His name is Vishwas. In a championship ഓടിക്കുന്നതും he's winning a lot of races. So ഇവരാണ് നമ്മൾ ട്രെയിൻ ചെയ്യാറ്. അപ്പം ടെക്നിക്കലി ഇനിഷ്യലി നമ്മൾ പോയ സമയത്ത് നമുക്ക് റേസിംഗ് ലൈൻസ് ഉണ്ട്. ആ റേസിംഗ് ലൈൻസ് ആണ് ഏറ്റവും കൂടുതൽ the fastest point on the track. സോ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഐ തിങ്ക് ദേ വർ ദ ബെസ്റ്റ് ട്രെയിനേഴ്സ്, ബിക്കോസ് അവർ ടയേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ട്രാക്കിൽ കാണിച്ചു തരും. സോ ഐ തിങ്ക് ബിക്കോസ് ഓഫ് ദാറ്റ് അത്രയും ഇംപ്രവൈസേഷൻസ് ഉണ്ട്. സോ എവറി മന്ത് അറ്റ്ലീസ്റ്റ് 2 ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 1 ട്രെയിനിങ് സെഷൻ ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോകണം എന്തായാലും. ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡ് ഇല്ലല്ലോ, ഇല്ല, കർവി റോഡ്സ് ആണല്ലോ.
സോ ഇപ്പോൾ ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ എപ്പോഴും കോയമ്പത്തൂർ തന്നെ പോകണം. ഇപ്പോൾ കയ്യിലുള്ള കാറ് ഏത് കമ്പനിയുടെയാണ്? ഫോർമുല 1300cc കാറാണ് ഉള്ളത്. സോ അതിപ്പം ടീമിന്റെ കാറാണ്, DTS ടീം എന്ന് പറഞ്ഞിട്ടാണ്. അത് ഏതാ ഓടിക്കാറുള്ളത്? That is a proper Formula 4. That's what it's called. അതാണ് ചോദിച്ചാ, ഏത് കമ്പനിയുടെയാണ് കാറ്? കമ്പനി ഒന്നുമില്ല. So it's a man-made machine and it is built for every team with the specifications given by the FMSCI. ഇന്ത്യയിൽ ഇപ്പോൾ ഈ സ്ത്രീകളുടെ ഇടയിൽ, വനിതകളുടെ ഇടയിൽ ആരൊക്കെയാണ് റോൾ മോഡൽസ്, അല്ലെങ്കിൽ ഏറ്റവും നന്ന് എന്ന് സ്വയം തോന്നുന്നത് ആരെയും? അതായത് ദ പേഴ്സൺസ് ദാറ്റ് യു വാണ്ട് ടു ബീറ്റ്, അങ്ങനെയും പറയാലോ. വെൽ, അങ്ങനെയെന്ന് വെച്ചാൽ ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് drivers is Meera Erda. She's from Gujarat. Very young, and I think വളരെ ചെറിയൊരു ഏജിൽ നിന്നാണ് she started racing. So ഇത്രയും അച്ചീവ് ചെയ്യുന്നതും ആൻഡ് ബീങ് എ വുമൺ, ഐ തിങ്ക് ഷീ ഈസ് വെരി യങ് ടു മീ. പക്ഷെ എന്നാലും ഐ തിങ്ക് there's a lot to learn. അപ്പം അത് എന്ന് വെച്ചാൽ ഒരു യങ് ഏജിൽ തുടങ്ങിയാലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മളൊക്കെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു സീ യങ്ങർ ഡ്രൈവേഴ്സ് കം. 2018 തുടങ്ങിയത് അല്ലേ? 22 ഐ തിങ്ക് she is one of the persons I have a lot of respect for. വീട്ടിൽ നിന്ന് ഇതിന് സപ്പോർട്ട് ഉണ്ടോ, അച്ഛൻ്റെയും ഒക്കെ ആയിട്ട് എങ്ങനെയാണ്? ലക്കിലി എൻ്റെ പേരൻസ് സപ്പോർട്ടീവ് ആണ്. ബിക്കോസ് എൻ്റെ അമ്മയും പണ്ട് സ്പോർട്സിലുണ്ടായിരുന്നു. അമ്മ കേരള സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റിൽ. നമ്മൾ തുടങ്ങിയത് ക്രിക്കറ്റിലാണ് എല്ലാവരും. സോ ഐ തിങ്ക് അതിനുകൊണ്ട് എപ്പോഴും എനിക്ക് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് റേസിംഗ് എന്ന് പറഞ്ഞപ്പോൾ ദ ഓൺലി പ്രോബ്ലം ഓർ ദ ഓൺലി ഗ്ലിച്ച് ദേ ഹാഡ് വാസ് ബിക്കോസ് ഇറ്റ്സ് ഡേഞ്ചറസ്. എന്തെങ്കിലും പറ്റിയാലോ, ആക്സിഡൻസ് ആയാലോ, അത് മാത്രമായിരുന്നു അവർക്കൊരു പേടി. പക്ഷേ ഞാൻ കൺവിൻസ് ചെയ്ത് ആൻഡ് ദേ സെഡ് ഓക്കെ, ഇഷ്ടം ആണെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഈ ഫോർമുല 1 അത്ര തന്നെ ഡേഞ്ചറസ് ആണോ ഫോർമുല 4? വെൽ, അപ്പം ഡേഞ്ചർ ഇസ് എവറിവെയർ, ഇറ്റ്സ് ഈക്വലി ഡേഞ്ചറസ്. ബട്ട് നമ്മളെല്ലാ പ്രിക്കോഷൻസും, നമ്മൾ സൂട്ട്സും, ഓൾ ദ കാർ സേഫ്റ്റി എല്ലാം ഇസ് ഇൻടാക്ട്. അപ്പം അതെന്തായാലും നമ്മൾ റേസിന് പോകുന്ന മുന്നേ സ്ക്രൂട്ടിനി ഉണ്ടാവും. ദേ വിൽ കം ആൻഡ് ചെക്ക് ഇഫ് എവറിഥിങ് ഇസ് കറക്റ്റ്. സോ അതുണ്ടാകുമ്പോൾ നമുക്കൊരു പേടിയില്ല. ഇപ്പം അബദ്ധങ്ങളിപ്പം എവിടെ വേണമെങ്കിലും സംഭവിക്കില്ല. ഈവൻ ഇഫ് യു ഓൺ ദ റോഡ് സംതിങ് ക്യാൻ ഹാപ്പൻ. സോ നോട്ട് സ്പെസിഫിക്കലി ഒരു ട്രാക്കിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ അതിനായുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവരെടുക്കും. ആൻഡ് വി ഹാവ് എൻ ആംബുലൻസ് ഓൺ ട്രാക്ക്. സോ എന്തെങ്കിലും പറ്റിയാൽ ഇമീഡിയറ്റ്ലി. ആൻഡ് എല്ലാ വണ്ടികളിലും നമ്മൾ പേരിൻ്റെ ഒപ്പം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും. സോ എവറി കാർ വിൽ ഹാവ് ഇറ്റ്. അതിപ്പം ഇറ്റ്സ് ബിക്കോസ് ഇഫ് ദർ ഇസ് എനി ആക്സിഡൻറ്റ്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ? സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ട്രെയിനിങ് സെഷനിലോ. സോ ഐ ഹാഡ് എ ക്രാഷ്. ഇങ്ങനെ ഞാൻ കാർ സ്പിന്നായിട്ട് 360 അടിച്ചിട്ട് നേരെ റെയിലിങ്സിൽ പോയി അടിച്ചു. അപ്പം നമുക്ക് റോൾ കേജസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഹെൽമെറ്റ് തട്ടി ചെറിയൊരു അപകടം. ജസ്റ്റ് ഫോർ എ ഫ്യൂ hours. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള റേസസ് കാണാനുള്ള സാധ്യതയുണ്ടോ? പങ്കെടുക്കാൻ മാത്രമല്ല, കാണുക കൂടി ചെയ്യണമല്ലോ. ഐ തിങ്ക് ഹൈദരാബാദിൽ ദേ ആർ കമ്മിങ് അപ്പ് വിത്ത് എൻ X1 ലീഗ്. അപ്പം വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവർ, ആദിത്യ ആൻഡ് അർമാൻ ഇബ്രാഹിം ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് കുറേ ഇന്റർനാഷണൽ റേസ് കാർ ഡ്രൈവേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വി ഗോണ ഹാവ് ലൈക്ക് 2000+ cc cars. So അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. 2000 cc. Yes. So I think we are all looking forward to it. ഇപ്പോൾ നിങ്ങളുടെ 1300 എന്നല്ലേ പറഞ്ഞത്? 2000 മുകളിലുള്ളത്. Okay. So the cars are going to be very powerful. So അത് കാണാൻ ഒരു ആഗ്രഹമുണ്ട് എന്തായാലും. ഈ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാർ റേസിങ്ങിലൊക്കെ പങ്കെടുക്കുന്നു. ഈ കാർ റേസിങ്ങിലൂടെ പുതിയ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടോ? Of course. I think ഈ ഒരു എന്താ പറയുക, ഐ തിങ്ക് ഈ സ്പോർട്ട്, സോ ഇറ്റ്സ് ലൈക്ക് യു സെഡ്, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആണുങ്ങൾ ഒരു സ്പോർട്ടാണ്. പക്ഷെ നമ്മളവിടെ പോകുമ്പം ഒരിക്കലും ആ ഡിഫറൻസ് ഇല്ല. ബിക്കോസ് ഗേൾസ് ഡോണ്ട് റേസ് സെപ്പറേറ്റ്ലി. വേറെ റേസ് അല്ല, ഗേൾസും ബോയ്സും ഒരുമിച്ചാണ് റേസ് ചെയ്യുന്നത്. സോ വി ആർ ലൈക്ക് വൺ ഫാമിലി. ആൻഡ് അവർ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദേ ടെൽ us ലൈക്ക് ഇങ്ങനെ ചെയ്താൽ യു കെൻ ഇംപ്രൂവ്. സോ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ആ ഒരു ടുഗെദർനെസ് ആണ്. ഐ തിങ്ക് അതൊരു സ്പോർട്ട് ആയതുകൊണ്ടാണ്. മത്സരത്തെക്കാൾ അധികം ഒരു ടുഗെദർനെസ് ഉണ്ട് അല്ലേ? സോ ഐ തിങ്ക് ആ ഒരു ചേഞ്ച് ഇപ്പോൾ ഉണ്ട്. യു ക്യാൻ സീ എ ലോട്ട് ഓഫ് men also accepting that women can race. ഈ ഒരു മത്സരത്തിൽ എത്ര പേര് സാധാരണ പങ്കെടുക്കാറുണ്ട്? സോ ഈ റേസിൽ നമ്മൾ 22 cars on the grid ആണ്.
സോ ഞാൻ റേസ് ചെയ്ത സമയത്ത് there were 20 boys and 2 girls. നമ്മൾ 2 പെൺകുട്ടികളും. രണ്ടാമത്തെ പെൺകുട്ടിയാരാ? രണ്ടാമത്തെ പെൺകുട്ടി എൻ്റെ ടീം ഓണറിൻ്റെ സിസ്റ്ററാണ്. ശരി. സോ അവർ കുറച്ച് കാലമായിട്ട് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഷീ റേസ്ഡ് ഇൻ ദിസ് ചാമ്പ്യൻഷിപ്പ്. കേരളത്തിൽ മറ്റ് പെൺകുട്ടികളെയൊന്നും there's ആതിര മുരളി, പക്ഷേ റാലി ഓടിക്കുന്ന ആളാണ്. സോ റാലി ഇപ്പം സിംഗിൾ സീറ്റർ റേസിംഗ് ആണ് സർക്യൂട്ട് റേസിംഗ്. ദ ഓൺലി കാറ്റഗറി വെയർ ഓൺലി വൺ ഡ്രൈവർ സിറ്റ്സ്. ബാക്കി എല്ലാ കാറ്റഗറീസിലും ഇപ്പം റാലി ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ഒരു ഡ്രൈവറും ഒരു നാവിഗേറ്റർ ഉണ്ടാവും. പക്ഷേ ഇതിൽ നാവിഗേറ്റർ ഇല്ല. യു ഹാവ് ടു ലേൺ ദ ട്രാക്ക് ഇൻ യുവർ ഹെഡ് ആൻഡ് ദെൻ ഡ്രൈവ്. ഈ മൊത്തം ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ ഈ റേസ് ട്രാക്സ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാക്സ് ഇതാ അപ്പാർട്ട് ഫ്രം കോയമ്പത്തൂർ വേറെ ഇൻ ദ വേൾഡും ഇന്ത്യയും രണ്ടും പറഞ്ഞോളൂ. ഇന്ത്യ ഐ തിങ്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇസ് ദ ബുദ്ധൻ ഇന്റർനാഷണൽ ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡൽഹി, നോയിഡ. ആൻഡ് അറൌണ്ട് ദ വേൾഡ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇസ് ദ മൊണാക്കോ. ഐ തിങ്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ട്രാക്കാണ്. ആൻഡ് ഐ തിങ്ക് എൻ്റെ ഡ്രീമാണ് ടു ഗോ വാച്ച് ദ ഗ്രാൻഡ് പ്രീ അവിടെ. സോ ദീസ് ആർ മൈ 2 ഫേവറേറ്റ് ട്രാക്സ്. ഓക്കെ. അപ്പോൾ 2022 പ്ലാൻസ് എന്ന് പറയും. സോ ജെക്കിട്ടായ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്തായാലും ഓടിക്കും. ആ ഫോർമുല വിമൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ദാറ്റ്സ് വാട്ട് ഐ വോണ്ട്, ദാറ്റ്സ് വാട്ട് ഐ എം എയിമിങ് ഫോർ. സോ ഈ 2 ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് പറ്റുന്നത്ര ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് ഇംപ്രൂവൈസ് മൈ ഡ്രൈവിംഗ് ആൻഡ് ദെൻ റേസ്. ഒരു നല്ല കാർ ഡ്രൈവർ ആവണം എന്ന് വിചാരിക്കുക. ഫോർമുല 4 ആയാലും 1 ആയാലും എന്തായിരിക്കണം നമുക്കുള്ള സ്കിൽസ് എന്തൊക്കെ വേണം? So I think your reflexes have to be extremely good. Okay. And you have to have great stamina. Stamina is very important. Okay. Because I think vandinte heatum road heat and then you can get dehydrated. So stamina is very important. Pinne you have to be you have to also be a smart driver with being fast allande you have to be smart also, because chale samayathu chale crashes la you have an opportunity to take 5 positions up. So angatha opportunities okke kittumbam like you should actually just grab hold of it. So you should be fast and smart. Okay, adana Verstappen ishtam. Yes, of course. Definitely. Verstappen alpam rash driver aannu parnal edirko? I don't think. I mean aggressive driver. He is aggressive, yeah. Aggressive ayale he will get somewhere is what I believe in, because he's beating the world champion. So if you're going to be at the back of the grid, it does not work. So eniki thonna aggressiveness karanam kondana and smart aanu, like avare pit stops okke bhayangara calculated aanu, what I feel Red Bull as a team. So adondu Max has an advantage because pit stops are right, smart aanu, vigilant aanu and fast aanu. So ഒരു ബ്ലെൻഡ് ഓഫ് എവരിതിങ്. യെസ്. പക്ഷേ ഓപ്പണൻസ് പറയുന്നത് കുറച്ച് റാഷ് ആണ്, കുറച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഐ തിങ്ക് എ കോയിൻ ഹാസ് 2 സൈഡ്സ് അല്ലേ? ദ ഗുഡ് ആൻഡ് ദ ബാഡ്. ഇപ്പം ലൂയിസ് ഹാമിൽട്ടൺ ആണെങ്കിലും ബോത്ത് ദ സൈഡ്സ് ഉണ്ടല്ലോ. സോ ഐ തിങ്ക് ഐ വിൽ ഓൾവേസ് പിക്ക് മാക്സ് വെർസ്റ്റാപ്പൻ. ഈ അടുത്ത വർഷങ്ങളിൽ ഈ മാക്സ് വെർസ്റ്റാപ്പൻ്റെ പോലെ തന്നെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് ഫോർമുല 1 ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഫോർമുല 1 സ്ത്രീകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഈസ് ദർ എനിബഡി ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്? Yeah, I think Jamie Chadwick is. She's from London, and she won the W series, the women W series. അപ്പം വില്യംസ് ടീം ഉണ്ട്, മെർസിഡീസിൻ്റെ വില്യംസ് ടീമിൽ. ഷീ ഗോസ് വെൻ ദേ ഹാവ് ദ ഫോർമുല 1 റേസസ് ഹാപ്പനിങ് ആൻഡ് ഷീ സിറ്റ്സ് വിത്ത് ദ ടീം. സോ ഐ ഹവ് നോട്ടീസ് ദാറ്റ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഐ തിങ്ക് ദർ ഇസ് എ ഹോപ്പ് ദാറ്റ് ഷീ കുഡ് ബി ദ നെക്സ്റ്റ് person on F1. ഇന്ത്യയിൽ കുറച്ചു കാലം ഈ ഫോർമുല 1 റേസ് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പേ. പക്ഷേ ഡ്യൂ ടു സം റീസൺസ് ആൾക്കാർ അത് വേണ്ടാന്ന് വെച്ചു അല്ലേ? അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ ഇന്ത്യയിലേക്ക് ഫോർമുല 1? ഫോർമുല 1 അതാണ്, അത് ബുദ്ധ ഇന്റർനാഷണൽ ആയിരുന്നു അത് നടന്നത് മൈക്കിൾ ഷൂമാക്കറിന്റെ സമയത്ത്. സോ ഐ ഡോണ്ട് നോ. ഇപ്പം ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു കം ബാക്ക്, ബിക്കോസ് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആൻഡ് ദേ ഹാവ് എ ലോട്ട് ഓഫ് ദീസ് ബ്ലോക്കേജസ് ബിക്കോസ് to conduct a race ഇവിടെ കണ്ടക്ട് ചെയ്യാനുള്ള they don't have the facility anymore. സോ അങ്ങനത്തെ കുറേ ഗ്ലിച്ചസ് ഉള്ളതുകൊണ്ട് തിരിച്ചു വരാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ലീഗ് തന്നെ വരുന്നുണ്ട്. സോ ആ ലീഗത്തൂടെ ഐ തിങ്ക് എ ലോട്ട് ഓഫ് ദീസ് ഇന്റർനാഷണൽ റേസ് കാർ ഡ്രൈവേഴ്സ് വിൽ കം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ ദൂരദർശൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ 2022 തൊട്ടിട്ട് കോവിഡ് മാറുകയും ചെയ്യും, അതുപോലെ ഹെന്നയ്ക്ക് വളരെ മുകളിൽ എത്താൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു. ദൂരദർശൻ സ്റ്റുഡിയോയിൽ വന്നതിന് വളരെയധികം സന്തോഷം ഹെന്ന. താങ്ക് യു.